നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അധികം കേൾക്കാത്തൊരു വാർത്തയാണ് ഈ സിറിയയിൽ പോയതും ISISൻ്റെ കഥയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ. ഇടയ്ക്കിടെ അത് പൊന്തി വരികയും ചില പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇപ്പോൾ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതൊരുമാതിരി നമ്മളില്ല നാരങ്ങ പിഴിഞ്ഞ് ആ നാരങ്ങയുടെ തോടെടുത്ത് ദൂരേക്ക് കളയുന്നത് പോലെ അത് കളഞ്ഞു. ഏതൊക്കെയോ ഒറ്റപ്പെട്ട 2-3 പേർ എവിടൊക്കെയോ പോയി, എന്തൊക്കെയോ സംഭവിച്ചു, എവിടെയോ കിടന്നൊക്കെ മരിച്ചു. അതിനാണ് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുണ്ടെന്നും ISIS പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൻ്റെ കേന്ദ്രം മലബാറും മലപ്പുറവുമാണെന്ന് പറഞ്ഞതുമൊക്കെ ഒരുപാട് പേര് എതിർക്കുന്നുണ്ടാവും. ഒരുപാട് പത്രങ്ങളുടെ തലക്കെട്ടായിരുന്നു, ഒരുപാട് വാർത്തകളുടെ ബ്രേക്കിംഗ് ന്യൂസായിരുന്നു, ഒരുപാട് വാർത്തകളിൽ അന്തിച്ചർച്ചയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വളരെ ശാന്തമായി ഞാനൊരു വാർത്ത വായിച്ചു. ഒരു ബഹളമില്ല, ഒരു പൊടിപ്പും തൊങ്ങലുമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കയറി ആരും മണത്ത് നോക്കുന്നില്ല, അതിനകത്താരും ഗോകുവ വിളിക്കുന്നില്ല, ഒരു വംശീയവാദികളും പോസ്റ്റ് ഇടുന്നില്ല, ചർച്ച നടത്തുന്നില്ല, ഒന്നുമില്ല. ആ വാർത്ത ഇതാണ്: റഷ്യൻ സൈന്യത്തിൽ ചേർന്നത് 217 ഇന്ത്യക്കാർ, 49 പേർ മരിച്ചു, 6 പേരെ കാണാനില്ല, 139 പേരെ മോചിപ്പിച്ചു, 23 പേരുടെ സ്ഥിതി അറിയില്ല. ഇത് ഏതെങ്കിലും മൂന്നാംകിട പത്രക്കാരൻ, ഞാൻ ഓർക്കുന്നു അന്ന് ISIS വാർത്തയൊക്കെ പുറത്തുവിട്ടത് നമ്മുടെ കേരള കൗമുദി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു കാലത്ത് സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി, പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാനപരമായ മനുഷ്യർക്ക് വേണ്ടിയൊക്കെ എഴുതിയിരുന്ന പത്രമാണ്. ഇപ്പോൾ നോട്ടീസ് പോലെ ഇതുപോലെയുള്ള തലക്കെട്ടോടെ വാർത്തകൾ ഇറക്കി വിൽക്കുകയാണ്. അതിനെ തുടർന്ന് കേരളത്തിലെ ഒട്ടേറെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇത് പക്ഷേ അങ്ങനെ ഒരു മഞ്ഞപ്പത്രത്തിൻ്റെ തലക്കെട്ടല്ല. നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു തൽസ്ഥിതി വിവരക്കണക്കാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് പോയ 217 പേർ റഷ്യൻ സൈന്യത്തിൽ ചേർന്നു, എന്നിട്ട് 49 പേർ മരിച്ചു, 6 പേരെ കാണാനില്ല, 139 പേരെ എംബസിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നിരന്തരമായ ഇടപെടൽ കൊണ്ട് മോചിപ്പിക്കാനായി. ഇനി അത് മാത്രമല്ല, അതിൻ്റെ പ്രതിഫലം പറയുന്നത്, അത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ സ്വാഭാവികത മനസ്സിലാവുന്നത്. മുൻകൂറായി $5000 ബോണസായി നൽകും. $2500 ശമ്പളം, കൂടാതെ റഷ്യൻ പൗരത്വം. മരണപ്പെട്ടാൽ $1,68,000 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 95 രൂപ വിലയുണ്ട്. അപ്പോൾ $2500 എന്ന് പറയുന്നത് നിസ്സാര തുകയല്ല. അപ്പോൾ ഈ രാജ്യത്ത് നിന്ന് കേരളത്തിൽ നിന്ന് അടക്കമുള്ള ആളുകൾ റഷ്യയിൽ പല കാര്യങ്ങൾക്ക് തൊഴിലിനോ ഒക്കെ പോയി അവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവിടെ സൈന്യത്തിൽ ചേരുന്നു. ആ സൈന്യത്തിൽ ചേർന്ന് കഴിയുമ്പോൾ കുറച്ച് പേരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ചിലർ യുദ്ധത്തിൽ മരിക്കും. മരിച്ചാൽ ആരോട് പറയാനാണ്? ആരെ അറിയിക്കാനാണ്? ഒരു വിവരങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ അവരെ അവിടെ തന്നെ ശവദാഹം നടത്തുകയോ സംസ്കരിക്കുകയോ ഒക്കെ ചെയ്ത് അവിടെ കഥ തീരുകയാണ്. നോക്കൂ, അതിലേക്ക് ആരും മതം കൊണ്ടുവരുന്നില്ല. അവർ പോകുന്ന മതത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാനാണ് റഷ്യയിൽ പോയതെന്ന് പറയുന്നില്ല. റഷ്യയുടെ മതം അതായതുകൊണ്ട് പോകുന്നവരുടെ മതം കൂടി ചേർത്ത് വെച്ച് കഥകൾ പറയുന്നില്ല. അത് ഇവിടുത്തെ വംശീയതയ്ക്കും വിദ്വേഷത്തിനും വേണ്ടി ഉപയോഗിക്കുന്നില്ല. വളരെ സ്വാഭാവികമായ ഒരു വാർത്തയായി പ്രസിദ്ധീകരിക്കപ്പെട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചാണെങ്കിലോ, ഇത് ഇറാനിലേക്കാണെങ്കിലോ, ഇത് ഫലസ്തീനിലേക്കാണെങ്കിലോ, ഇത് വേറെ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തേക്കാണെങ്കിലോ എന്തെല്ലാം കഥകളാണ് പറയുക, എന്തെല്ലാം സംഭവങ്ങളാണ് പറയുക. പക്ഷേ ഇതിപ്പോൾ വളരെ ശാന്തമായ ഒരു വാർത്തയായി അങ്ങ് അവസാനിച്ചു. അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. മതവും ജാതിയും വർഗവും വിദ്വേഷവും വർണ്ണവും ഒന്നുമില്ലാത്ത സ്വാഭാവികമായ ഒരു മനുഷ്യരുടെ ഇടപെടൽ എന്ന് മാത്രമല്ല, ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റിൻ്റെ താഴെ എല്ലാവരും തൊഴിലില്ലാത്തവൻ എന്ത് ചെയ്യും, ജീവിക്കാൻ മാർഗമില്ലാത്തവൻ എന്ത് ചെയ്യും, കടം വാങ്ങിച്ചിട്ട് പോകുന്നവൻ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നേരെ മറിച്ച് ഇത് മലബാറിലുള്ള 2 പേർ ഇതേ ആഗ്രഹത്തോടെയോ ലക്ഷ്യത്തോടെയോ സിറിയയിൽ പോയി ചേർന്നാൽ അത് ഈ പറഞ്ഞതുപോലെ ആടുജീവിതത്തിനായി, ഇവിടെ ISISനെ കൊണ്ടുവരാനായി, അത് സ്ലീപ്പർ സെല്ലുകളായി ഒക്കെ കഥകളായി മാറും. കഷ്ടം എന്നല്ലാതെ എന്താ പറയുക?